ദൈവനാമത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം. പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത ബൈബിൾ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിശ്രേഷ്ഠമായ ആലോചനകൾ നൽകി ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തുക തന്നെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് നിങ്ങൾക്ക് നൽകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാഗ്ദത്വ വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്നാണ്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ഈ എബ്രായ ലേഖനകർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന ആലോചന എന്ന് പറയുന്നത്, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, അതോടൊപ്പം തന്നെ അപ്പോസ്തലനുമാണ്. ഈ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കാനായിട്ട് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കൽ ഭിക്ഷയാചിച്ചിരുന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മനുഷ്യനോട് പത്രോസും യോഹന്നാനും കൂടി ചേർന്ന് പറയുന്നത്, നീ ഞങ്ങളെ നോക്ക്, അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ച് നോക്കി എന്നാണ്. ഇന്ന് കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കർത്താവിൽ നിന്ന് നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം നമുക്കൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തരിക തന്നെ ചെയ്യും. ഇതിനകത്ത് എന്തുകൊണ്ട് നാം യേശുവിനെ സൂക്ഷിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ, അതിന് പല അർത്ഥങ്ങളും പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ കഴിയും. അതിലൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീരാനായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് യേശുവിനെ സൂക്ഷിച്ചു നോക്കണം. ഈ ഓഹരിക്കാർ എന്നതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ലാഭവിഹിതം പങ്കിട്ടെടുക്കുന്നവർ എന്നാണ്. അപ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നേടിത്തന്ന ഒത്തിരി ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് എല്ലാറ്റിനും അവകാശികളായിരിക്കാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത് നാം യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ച് നോക്കണം. 1 പത്രോസ് 5:8 പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടപിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂദയുടെ പുസ്തകം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ ഒരുവൻ മാത്രം, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ 2 തെസ്സലോനിക്കർ 3:3 പറഞ്ഞിരിക്കുന്നത് പോലെ, വിശ്വസ്തനായിരിക്കുന്ന ദൈവം നമ്മെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളാൻ ശക്തനാണ്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ കർത്താവ് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തുകൊള്ളും എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമത്തെ ഒരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിലെ കഠിനമായ പരിശോധനകളുടെ മധ്യത്തിൽ നമ്മൾ ക്ഷീണിച്ച് മടുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ യേശു ക്രിസ്തുവിനെ നോക്കാൻ എബ്രായർ 12:3 വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് മുൻപേ പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ നമ്മുടെ കഷ്ടതകളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുവാനും ആ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനും കർത്താവ് മതിയായവനാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് കുറവിൻ്റെ ഒരനുഭവം ഉണ്ടായി. യേശു പറഞ്ഞു, കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. ഈ കൽപ്പാത്രങ്ങളെ സംബന്ധിച്ച് ഈ കൽപ്പാത്രങ്ങൾ
അവിടെ വരുന്നതായിട്ടുള്ള വിരുന്നുകാർക്ക് കാല് കഴുകാനായിട്ട് വെള്ളം വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ്. ഇതിൻ്റെ സ്ഥാനം എപ്പോഴും പുറത്തായിരുന്നു. എന്നാൽ യേശു ആ വെള്ളം, ആ കലത്തിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ആ പാത്രങ്ങൾ വിരുന്നുശാലയിലേക്ക് എത്തിച്ചേരാനായിട്ടിടയായി തീർന്നു. വെറും പാത്രങ്ങളായ നമ്മെ വീഞ്ഞ് പാത്രങ്ങളാക്കി മാറ്റുവാൻ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാനായിട്ട് ഇവിടെ ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നിങ്ങളുടെ സ്ഥാനം എവിടെയാണെങ്കിലും ശരി, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവനോടൊപ്പം തന്നെ സ്ഥാനം അലങ്കരിക്കുന്നവരും നിങ്ങളും രാജകീയ പുരോഹിത വർഗമായി ദൈവത്താൽ വിളിക്കപ്പെടുകയും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപകൾ അനുഭവിച്ച് ജീവിക്കാനായിട്ടിടയായിത്തീരുകയും ചെയ്യും. ഒരു ദുഷ്ടശക്തികൾക്കും എന്നെയും നിങ്ങളെയും തൊടാനായിട്ട് സാധ്യമല്ല എന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ജീവിക്കാം. കർത്താവ് എല്ലാ കൃപകളും നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ മഹാകൃപയ്ക്കായി സ്തോത്രം. പുത്രനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ദൈവമേ നിത്യജീവൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന സത്യങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ യേശുവിനെ നോക്കി ജീവിക്കാൻ, ഈ ലോകത്തെയോ ഈ ലോകത്തിലുള്ളതിനെയോ ഈ ലോകത്തിൻ്റെ വാക്കുകളോ ഞങ്ങൾ ശ്രദ്ധിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുക്കുവാൻ, സൂക്ഷിച്ചു നോക്കാൻ ദൈവം കൃപ തരണമേ. ഇന്ന് ദൈവമേ, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിൽ അടിയൻ സമർപ്പിക്കുന്നു. അവരെന്ത് ആവശ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും നിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ടോ കർത്താവേ, ആ വിഷയത്തിന്മേൽ ഇന്നൊരത്ഭുതത്തെ ചെയ്യണമേ. അത് ഇവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ സംഭവിക്കട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി അവരനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.